നമസ്തേ, ഞാൻ ഷിജു ആചാര്യാണ്. എല്ലാവർക്കും സാദര നമസ്കാരം. വിശ്വബ്രഹ്മ സമൂഹ മഠത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പഞ്ചഭൂതങ്ങളെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 4ാമത്തെ ദിവസമാണ്. ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്നത് വായുഭൂതത്തെക്കുറിച്ചാണ്. അനാദിയിൽ ഈ ബ്രഹ്മാണ്ടം സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്നെ വിശ്വപരബ്രഹ്മാവ് നിലയുറപ്പിച്ചതും തൻ്റെ ആദിമ ശബ്ദമായ ആ ഉ ഓ കാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാ കാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓംകാരം സൃഷ്ടിക്കപ്പെട്ടതും ഓംകാരത്തിൽ പരബ്രഹ്മത്തിൻ്റെ ലയനമുണ്ടായതും വായുഭൂതത്തിലാണ്. ആ വായുഭൂതത്തിൽ നിന്നാണ് മറ്റെല്ലാ ഘടകങ്ങളും ഉണ്ടായി എന്ന് നാം വിശ്വസിക്കപ്പെടുന്നു. ഇനി നമുക്ക് നോക്കാം, വായു എന്നുള്ളത് എങ്ങനെയാണ് പഞ്ചഭൂതങ്ങളിൽ പഞ്ചഘടകങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. പ്രധാനമായും നമുക്കറിയാം, നമ്മളെല്ലാവരും ആചാരാനുഷ്ഠാനങ്ങൾ അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കേട്ട് വന്ന പ്രാണ, അപാന, സഭാന, വ്യാന, ഉദാന വായുക്കളാണ് പഞ്ചഭൂതങ്ങളിൽ വായുവിൻ്റെ ഘടകങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. വൈദിക ചിന്തകളിൽ വായുവിൻ്റെ 5 വിഭാഗങ്ങളാണ് ഈ ഓരോന്നും നാം കണക്കാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കണക്കാക്കിയിരിക്കുന്ന ഈ ഭൂത സഞ്ചയങ്ങൾ 5 സഞ്ചയങ്ങളാണ് നമ്മുടെ വിശ്വപരബ്രഹ്മാവിന് 5 മുഖങ്ങളിലേക്ക് കൊടുത്തിരിക്കുന്ന ഭൂതസഞ്ചയങ്ങളിൽ 5 ഭാവങ്ങളും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഓരോ വായു തലത്തിനെയും എടുത്ത് പരിശോധിക്കുന്നതിന് മുമ്പായി തന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാരണം ഇന്ന് വിശ്വകർമ്മ സമൂഹത്തിന് അല്ലെങ്കിൽ വാസ്തു കൈകാര്യം ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ഇതിൻ്റെ സത്ത എന്താണ് എന്ന് അറിയില്ല. പലരും പല സംസ്കൃത ശ്ലോകങ്ങളും ചില പ്രമാണങ്ങളും ചൊല്ലിക്കൊണ്ട് അത് അങ്ങനെയാണ് എന്ന് അടിച്ച് ആക്ഷേപിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. അപ്പോൾ നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്, വാസ്തു സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്നുള്ളത് കാന്തിക ദിശയും അഷ്ടദിക് പാലകരും അതേപോലെ തന്നെ അന്തറും ബാഹ്യവുമായിട്ടുള്ള 2 മുഖങ്ങളിലുള്ള പാലകന്മാരും ചേർന്നിട്ടിരിക്കുന്നതാണ്. ഈ കാന്തിക ദിശകളും കാന്തിക സംയോഗങ്ങളും ചേർന്നുള്ള ഈ പ്രമാണങ്ങൾക്ക് അതിൻ്റെ ഓരോ തലത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പഞ്ചഭൂതങ്ങളുടെ വായുപ്രവാഹങ്ങളെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അപ്പം പ്രാണവായു എന്താണെന്ന് നോക്കാം നമുക്ക് ആദ്യമായിട്ട്. അതായത് ഒരു ജീവൻ നിലനിർത്തണമെങ്കിൽ അതിന് പ്രാണവായു അത്യാവശ്യമാണ്. അപ്പോൾ പ്രാണവായു അത്യാവശ്യമായിരിക്കുന്ന ആ ഒരു ഭൗതിക ജീവനെ നിലനിർത്തുന്നതിനെയാണ് നമ്മൾ പ്രാണവായു എന്ന് പറയുന്നത്. ഭൗതിക ജീവനെ നിലനിർത്തുന്നതിനെയാണ് നമ്മൾ പ്രാണവായു എന്ന് വിളിക്കുന്നത്. ഇതിനെ ജീവശക്തി എന്നും നിശ്വാസങ്ങളെന്നും നാം പറയാറുണ്ട്. ഇതാണ് പ്രാണവായു. ഓരോ നിർമ്മിതിക്കും എന്തു വേണം? ഈ പ്രാണവായു കടക്കാനുള്ള ഇടമാണ്. അതാണ് ബ്രഹ്മസൂത്രങ്ങളും യമാതി സൂത്രങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം ഈ പ്രാണവായുവിന് കടന്നു പോകാനുള്ള ഇടങ്ങൾ നമ്മുടെ നിർമ്മിതിയിലും നമ്മുടെ വാസ്തുശാസ്ത്ര രംഗങ്ങളിലൊക്കെ വളരെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത് അപാനവായുവാണ്. എന്താണ് അപാനവായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപാനവായു എന്ന് പറഞ്ഞാൽ അവരോഹണ കർമ്മമാണ് ഈ അപാനവായു. അപ്പോൾ വായു ഇങ്ങനെ ഗമിക്കുന്നതിന് ഒരു സ്ഥിര സ്ഥലത്ത് നിൽക്കുക, ചലനാത്മകമാണ് വായു. അപ്പോൾ അവരോഹണ കർമ്മമാണ് ഈ അപാനവായുവിന് ചെയ്യാനുള്ളത്. അപാനവായു ചെയ്യുന്നത് അവരോഹണ കർമ്മമാണെങ്കിൽ അത് ഉന്മൂലനവും പരിവർത്തനവുമാണ് വരുത്തുന്നത്. അതായത് അവരോഹണ ക്രമത്തിലുള്ളൊരു വായു നമ്മുടെ നിർമ്മിതിയിലോ വാസ്തു ശാസ്ത്ര അല്ലെങ്കിൽ സനാതനത്തിലോ വരുന്നതുണ്ട് എങ്കിൽ അതിന് ചെയ്യാനുള്ള പ്രവർത്തനം എന്താണ്?
ഉന്മൂലനവും പരിവർത്തനവും ചെയ്യണം. മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതോ അവരോഹണക്രമത്തിലുള്ള വായു നമുക്ക് ആവശ്യമാണ്. മാറ്റങ്ങൾ വരുത്തുന്നില്ല എങ്കിൽ അവരോഹണക്രമം ഉണ്ടാവില്ല. അപ്പോൾ അവരോഹണക്രമം എന്ന് പറയുന്നത് ഭൗതികതയുടെ പൂർണ്ണതയെയാണ് നമ്മൾ അപാന വായുവിനെ കൊണ്ട് നമ്മൾ ചിന്തിക്കപ്പെടേണ്ടത്. ഇനി മൂന്നാമത്തതായിട്ട് വ്യാനവായു. എന്താണ് വ്യാനവായു എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ ഒരു മനുഷ്യന് ശരീരവുമുണ്ട്, മനസ്സുമുണ്ട്. മനസ്സ് ചിന്തിക്കുന്നിടത്ത് ശരീരം പോവുകയും, അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനം എടുക്കാൻ പോകുമ്പോൾ ആ സാധനം നമുക്ക് കൈകളിലേക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ആവേഗങ്ങൾ പോകണം. അങ്ങനെ ആവേഗങ്ങൾ പോകണമെങ്കിൽ നമുക്ക് ആവേഗ ചലനങ്ങൾ നടത്താൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ഇവ തമ്മിൽ ശരീരവും മനസ്സും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വ്യവസ്ഥകൾ വേണം. അതായത് രക്തക്കുഴലുകൾ നമ്മുടെ ശരീരത്തിൽ വേണ്ടേ? അപ്പോൾ ഇതേ ഒരു സംവിധാനമാണ് വ്യാനൻ, അതായത് വ്യാനപ്രാണൻ, വ്യാനവായു നമുക്ക് ചെയ്തു തരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നിർമ്മിതിയിലും ചെയ്തു തരുന്നത്. നമ്മുടെ നിർമ്മിതിയിലെ ഓരോ വസ്തുക്കളെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിച്ച് നിർത്തി കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതാണ് വ്യാനവായു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വ്യാനവായുവിൻ്റെ ധർമ്മമെന്ന് നാം മനസ്സിലാക്കണം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഉദാനവായുവാണ്. എന്താണ് ഉദാനവായു എന്ന് പറഞ്ഞാൽ? നേരത്തെ നമ്മൾ പറഞ്ഞു അപാനവായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോഹണക്രമമാണ് എന്ന് പറഞ്ഞു. ഉദാനവായു എന്ന് പറഞ്ഞാൽ ആരോഹണക്രമത്തിൽ നമ്മുടെ സഞ്ചാരം, നിർമ്മിതിയുടെ സഞ്ചാരം, മനുഷ്യൻ്റെ സഞ്ചാരം ആരോഹണക്രമത്തിൽ, അതായത് ആയുരാരോഗ്യം കൂടുക, അല്ലെങ്കിൽ ആയുരാരോഗ്യത്തിലൂടെ ആത്മീയത വർദ്ധിക്കുക. അങ്ങനെ ആത്മീയ ചിന്താഗതി നമുക്ക് ഈ പ്രപഞ്ചത്തെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് പ്രപഞ്ചത്തിലേക്ക് നമ്മൾ സൃഷ്ടികർമ്മത്തിലേക്കൊക്കെ നമ്മൾ പോയിട്ട് ആ സൃഷ്ടിയിൽ നിന്നും പാഠങ്ങൾ, നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ കൊണ്ടുകൊണ്ട് നമ്മൾ ആരാധ്യമായിരിക്കുന്ന, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള തേജസ് അന്വേഷിച്ചു പോവുക. അങ്ങനെ അവരോഹണക്രമത്തിൽ നിന്ന് മോക്ഷപഥത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ നിർമ്മിതിക്കും ഉണ്ടാവില്ല. നമ്മുടെ നിർമ്മിതിക്കും ഏതൊരു നിർമ്മിതിയിലും എന്തുണ്ടാവും? ആത്മീയ ചൈതന്യം ഉണ്ടാവണം. അതിന് നമുക്ക് വേണ്ട പ്രാണവായുവാണ് ഉദാനവായു എന്ന് പറയുന്നത്. അവസാനമായിട്ട് സമാന പ്രാണവായു എന്ന് പറയുന്നത്. എന്താണ് സമാന പ്രാണവായു എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ ശരീരത്തെയും അതിൻ്റെ ഊർജങ്ങളെയും സന്തുലിതമാക്കി നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ സമാന വായുവിൻ്റെ ഉത്തരവാദിത്വം. അതായത് സന്തുലിതമായിട്ട് നിർത്തിയാൽ മാത്രമേ നമുക്ക് കൃത്യമായി ജീവൻ, ആയുരാരോഗ്യ സൗഖ്യങ്ങളും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതേപോലെ തന്നെ നമ്മുടെ നിർമ്മിതിയിലും നമ്മുടെ ആ നിർമ്മിതിയുടെ ഭൗതിക ശരീരത്തിനെ, അല്ലെങ്കിൽ ഭൗതികതയെ അതിൻ്റെ ഊർജ ഘടകങ്ങളുമായിട്ട് സമന്വയിപ്പിച്ച്, അതായത് പ്രകൃതിയുടെ ഊർജ ഘടകങ്ങളുമായി സമന്വയിച്ച് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എന്ത് സാധിക്കുകയുള്ളൂ? അവിടെ ഒരു വിജയം നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 5 പ്രാണവായുക്കളും നമ്മുടെ നിർമ്മിതിക്കും മനുഷ്യ ശരീരത്തിനും ഏതൊരു ജീവജാലങ്ങളുടെ ശരീരത്തിനും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഈ വായുവിനെക്കുറിച്ചുള്ള, വായുഭൂതത്തെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.